മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് താരീഖിലുള്ളത്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യന് 3 വാപ്പുണ്ട് എന്നാണ്. ഒന്ന് നമുക്ക് ജന്മം നൽകിയ വാപ്പ, എൻ്റെ വാപ്പ അബൂബക്കർ മുസ്ലിയാർ സമസ്തൻ്റെ മുഫത്തിശ്ശേർന്നു. രണ്ടാമത്തത് ആദം നബി അലൈഹിസ്സലാം, മനുഷ്യകുലത്തിൻ്റെ പിതാവ്, അബൂന അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം. മൂന്നാമത്തെ ഒരു വാപ്പുണ്ട്, അത് ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. അത് നമ്മളെ വാപ്പ ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. മില്ലത്താബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാണ്, മഹാനവറുകളാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. നമ്മൾ മുസ്ലിങ്ങൾ എന്നാണ് അറിയപ്പെടുക. ആരാ പേരിട്ടത്? ഇബ്രാഹിം നബി ഇട്ടാണ്. അതിൻ്റെ മുമ്പ് എന്തായിരുന്നു? അതിൻ്റെ മുമ്പ് നമ്മളെ പേര് ഹനീഫ് എന്നായിരുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽഅർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. വജ്ജഹ്തു വജ്ഹിയ, ഞാൻ എൻ്റെ ശരീരത്തെ നേരിടിക്കുന്നു, ലില്ലദീ, ഒരല്ലാഹുവിലേക്ക്, ഫത്തറ അസ്സമാവാതി വൽഅർള, അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഹനീഫൻ, ഞാൻ ഹനീഫായ നിലയിലും മുസ്ലിമൻ, മുസ്ലിമായ നിലയിലും. ആ ഹനീഫ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ് നമ്മളെ പേരാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം നമ്മളെ പേര് മുസ്ലിമീങ്ങൾ എന്നതാണ്. വാപ്പയാണ് നമുക്ക് പേരിട്ടത് സയ്യിദുനാ ഇബ്രാഹിം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന ഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാകുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് മനുഷ്യരിൽ ആദ്യമായി കല്യാണം കഴിച്ചത്. നമ്മളമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ജിദ്ദയിൽ ഹവ്വാ ബീവിയുടെ പേരിൽ ഒരു ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിലാണ് ഹവ്വാ ബീവിൻ്റെ ഖബർ ഉള്ളതെന്ന് പറയപ്പെടുന്നു. എവിടെയാണെന്നറിയില്ല, ആ ഖബർസ്ഥാനിൽ എവിടെയോ ആണ്. ആ ഖബർസ്ഥാനിന് മൊത്തത്തിൽ ഹവ്വാ ബീവിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തു നിന്നാണ് ഹവ്വാ ബീവിനെ കല്യാണം കഴിച്ചത്. പക്ഷേ ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഇണചേർന്നിട്ടില്ലെന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഒന്നിച്ച് കടന്നുറങ്ങിയിട്ടില്ല. കടന്നുറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ കല്യാണം കഴിച്ചതിൻ്റെ ശേഷമുള്ള ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കം ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എവിടുന്നാ ഉറങ്ങിയത്? ആ ഉറങ്ങിയത് ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് വന്ന് അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ശ്രീലങ്കയിലെ ദജ്ന എന്ന പ്രദേശത്താണ് വരുന്നത്. ജസീറത്തുൽ അറബിലെ ജിദ്ദയിലാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ വരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാ ബീവിയെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. അവർ രണ്ടുപേരും കൂടി അറഫയിൽ വെച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞു, കണ്ടുമുട്ടി. അന്ന് രാത്രി മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് എങ്ങനെയാണ് ഇണചേരുക എന്ന് ആദം നബിക്കും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹക്കും പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം അവർ ഇണചേർന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിക്കപ്പെട്ട ഒരു ഇൽമാണ് ഇണചേരൽ. ആമുഖ ഭാഷണത്തിൽ മാഷ് പറഞ്ഞതുപോലെ സത്യത്തിൽ നമ്മുടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളാരും കുടുംബജീവിതം പഠിച്ചതുമില്ല, പഠിപ്പിച്ചതുമില്ല. നമ്മളെ വിചാരം നമുക്കൊക്കെ ജന്മന അറിയുന്നതാണ്. മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം ജന്മനുണ്ട്, പക്ഷെ മനുഷ്യന് മാത്രമല്ല. നമ്മൾ സാധാരണ ഒരു നാടൻ വർത്താനം പറയുമല്ലോ, നീർക്കോലിക്കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ട. അതെന്തേ? നീർക്കോലിക്കുട്ടി ജനിക്കണതിനെ നീന്തി കണ്ടാണ്, പിന്നെ വേറെ പഠിപ്പിക്കേണ്ടി വരില്ല.
അത് നീർക്കോലിക്കുട്ടിക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല. നമ്മളൊരു പല്ലിനെടുത്തുങ്ങാണ്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടോക്കി നീന്തി കയറി പോവും. ഒരു പോത്തും കുട്ടിനെടുത്തുങ്ങാണ്ട് കുളത്ത് കൊണ്ടുപോയിട്ടാൽ നീന്തി കയറും. അതേ സമയത്ത് മനുഷ്യക്കുട്ടി കുളത്തേക്ക് വീണാൽ വെള്ളം എങ്ങനെ കുടിച്ചു തീർക്കാൻ പറ്റും നോക്കും, നീന്തൂല. എന്തേ കാരണം? മനുഷ്യൻ ജന്മന അങ്ങനത്തെ ഒരു കഴിവില്ല. മനുഷ്യന്റെ വിവരവും മലക്കിന്റെ വിവരവും ജിന്നിന്റെ വിവരവും വ്യത്യാസമുണ്ട്. ജിന്നിന്റെയും മലക്കിന്റെയും വിവരം ഏകദേശം ഒരുപോലെയാണ്. എന്നാൽ മലക്കിന്റെയും മനുഷ്യന്റെയും വിവരം ഒരുപോലെയല്ല. മലക്കിന് വിവരമാണുള്ളത്, മനുഷ്യന് വിവരത്തിനുള്ള വിവരമാണുള്ളത്. മലക്കിന് വിവരമുണ്ട് എന്ന് പറഞ്ഞാല് ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പഠിപ്പിച്ചാല് ഖിയാമത്ത് നാള് 1-ാം തീയതി വരേക്കും ആ മലക്ക് സുജൂദിൽ അവിടെ കിടക്കും, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. എന്തിനാ ഇപ്പൊ ഈ സുജൂദിൽ കിടക്കണെന്ന് ആലോചിക്കും കൂടി ഇല്ല എന്നുള്ളതാണ്. കാരണം വിവരമാണ് അവർക്കുള്ളത്, വിവരത്തിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവും. മനുഷ്യൻ അങ്ങനെയല്ല. സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ എന്തിനാ ഇപ്പൊ സുജൂദ് ചെയ്യണതെന്ന് ആലോചിക്കും. വിവരത്തിനുള്ള വിവരമാണ് മനുഷ്യന് നൽകപ്പെട്ടത്, മലക്കിന് വിവരമാണ് നൽകിയിട്ടുള്ളത്. ഇനി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും വിവരം തമ്മിൽ വ്യത്യാസമുണ്ട്. മൃഗങ്ങളുടെ വിവരം 2 കാര്യം മാത്രമാണ്. ഒന്ന് അറബിയിൽ ജൽബുൽ മൻഫഅത്ത് എന്ന് പറയും, മറ്റൊന്ന് ദഫ്ഉൽ മളറത്ത് എന്ന് പറയും. ജൽബുൽ മൻഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരത്തെ കൊണ്ടുവരിക, ദഫ്ഉൽ മളറത്ത് എന്ന് പറഞ്ഞാൽ ഉപദ്രവത്തെ തടയുക. 2 കാര്യം മാത്രമാണ് മൃഗത്തിന്റെ വിവരം, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. വിവരത്തിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരം മാത്തമാറ്റിക്സ് ആണ്, കണക്കാണ്. ഏറ്റവും ഉറപ്പുള്ള വിവരം ഒന്നൊന്നും കൂട്ടിയാൽ 2 ആവും. ഏത് കാലത്ത് കൂട്ടിയാലും 1-1 2 തന്നെ ഉണ്ടാവുക. വിവരത്തിൽ ഏറ്റവും ഉറപ്പുള്ള വിവരമാണ് മാത്തമാറ്റിക്സ്, കണക്ക്. എന്നാൽ മൃഗത്തിന് കണക്കറിയില്ല. ഇപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും കൂടിയും പള്ളിയിൽ സാലിം വയസ്സിന്റെ വായതൊക്കെ ഇങ്ങനെ കേട്ടുങ്ങാണ്ട് ഇങ്ങനെ എപ്പോഴാ നിർത്താന്നാവോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണതിന്റെ ഇടയ്ക്ക് ഒരു പൂച്ചക്കുട്ടി വന്നു എന്ന് വിചാരിക്കുക. ഒരു പൂച്ചക്കുട്ടി നിർത്തല് 2 മണിക്കാണ് കേട്ടോ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജുമാന്റെ ആശല്ല സുന്നസ്കരിക്കാത്തവരുണ്ട്, ഒരു നിക്കരിച്ചിട്ട് ഞാനടക്കം നിക്കരിച്ചിട്ട് വേണം പോകാൻ. അതാണ്. അപ്പൊ 1 മണിക്കൂറാണ് പ്രസംഗം, 1 മണിക്കാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് സ്വീപ്പായിരിക്കണ്ട. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കണതിന്റെ ഇടയിൽ ഒരു പൂച്ച വന്നു എന്ന് വിചാരിക്കാം, ഒരു പൂച്ചക്കുട്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി പള്ളിയിൽ പിന്നെ പൂച്ചക്ക് കയറാലോ. അപ്പൊ ഒരു പൂച്ച വന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പൂച്ചയും കൂടി വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 2 പൂച്ചയാണ് ഇപ്പൊ വന്നത്. ദേശം കഴിഞ്ഞപ്പോ കണ്ടുകൊണ്ട് ഒരു പൂച്ചയും കൂടിയും വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 3 പൂച്ചയാണ് വന്നതെന്ന്. പക്ഷെ പൂച്ചക്ക് മനസ്സിലാവില്ല 3 പൂച്ചയാണെന്ന്, കാരണം പൂച്ചക്ക് കണക്കറിയില്ല. മൃഗത്തിന്റെ വിവരവും മനുഷ്യന്റെ വിവരവും വ്യത്യാസമുണ്ട്. മൃഗങ്ങളുടെ വിഷയം വിവരം 2 കാര്യത്തിലേക്ക് ചുരുങ്ങും. ഒന്ന് ജൽബുൽ മൻഫഅത്ത്, ഉപകാരം കൊണ്ടുവരലും. 2 ദഫ്ഉൽ മളറത്ത്, ഉപദ്രവം തടയലും. സർക്കസിലെ ആന സല്യൂട്ട് അടിച്ച് കാണിക്കും, എന്തിന്? പനമ്പട്ട കിട്ടാന്. ജൽബുൽ മൻഫഅത്ത്, ഉപകാരം കൊണ്ടുവരിക. രണ്ടാമത്തത് ഉപദ്രവം തടയാ. മൃഗം അങ്ങോട്ട് കിടാനേന്ന് പറയുമ്പോ അങ്ങോട്ടിക്കും, ഇങ്ങോട്ട് കിടാനേന്ന് പറയുമ്പോ അങ്ങോട്ടിക്കും. എന്താ കാരണം? ചെവിക്ക് കൊളത്താങ്കോല കൊണ്ടുള്ള കൊളത്ത് കിട്ടാതിരിക്കാന്. ദഫ്ഉൽ മളറത്ത്. ജൽബുൽ മൻഫഅ എന്ന ഉപകാരം കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്കും ദഫ്ഉൽ മളറ എന്ന ഉപദ്രവം തടയുക എന്നതിനപ്പുറത്തേക്കും മൃഗത്തിന്റെ വിവരം പോവില്ല. ഏത് വിവരങ്ങൾ പരിശോധിച്ചു നോക്കോളെ. ഒരു പൂച്ചയെ നായ പിടിക്കാൻ വരികയാണെന്ന് വിചാരിക്കുക. ഒരു പൂച്ചയെ നായ പിടിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ പൂച്ച വേഗം ഏതെങ്കിലും മരത്തിന്റെ മേലെ കയറിയിട്ട് സുരക്ഷിതമായിരിക്കും. ഒരു നായ മനുഷ്യന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ വരട്ടെ എന്നിട്ട് നോക്കാലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. എന്താ കാരണം? ദഫ്ഉൽ മളറത്ത് എന്ന ഉപദ്രവത്തെ തടയുന്നതിൽ മനുഷ്യന്റെ മുമ്പിലാണ് മറ്റു ജീവികൾ. അതാണ് ഓല് മേലെ കയറിയിട്ട് വേഗം സുരക്ഷിതമായതിന്റെ കാരണം. അതേസമയത്ത് മനുഷ്യന് വിവരത്തിനുള്ള വിവരം നൽകപ്പെട്ടിട്ടുണ്ട്, ഓന് പഠിച്ചുണ്ടാക്കിയിട്ട് വേണം. ലോകത്തെ എല്ലാ ജീവികളും ജനിക്കുമ്പോഴുള്ള ഭാഷയിൽ തന്നെയാണ് മരിക്കോളം സംസാരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, 3 വയസ്സായിട്ട് പഠിച്ചുണ്ടാക്കിയിട്ട് വേണം വർത്താനം പറയാൻ. ഒരു ഉമ്മ ഒരു കുട്ടിനെ പ്രസവിച്ചാല്, ഒരാട് ഒരു കുട്ടിയെ പ്രസവിച്ചാല്
ഈ ആടും കുട്ടി അല്പസമയം അവിടെ കിടന്നിട്ടൊന്ന് വിശ്രമിക്കും, പിന്നെ സ്വന്തമായിട്ട് എഴുന്നേൽക്കും, പിന്നെ കാലൊക്കെ ഒന്ന് കൊടയും, അപ്പൊ ചിലപ്പോ ഒന്ന് മറിഞ്ഞു വെക്കും, രണ്ടാമതും എഴുന്നേൽക്കും, കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഉഷാറാക്കിയിട്ട് ഉമ്മയുടെ അകട്ടിൽ പോയി സ്വന്തമായി മുലപിടിക്കും. മനുഷ്യൻ പ്രസവിക്കപ്പെട്ടാൽ ശ്വാസം വലിക്കണമെങ്കിൽ വേറെ ആളുടെ സഹായം വേണം, അല്ലാതെ നടക്കൂല. അതുകൊണ്ട് മനുഷ്യന് ഒരു കാര്യവും ജന്മന വിവരമില്ല, എല്ലാ കാര്യങ്ങളും മനുഷ്യൻ പഠിച്ചുണ്ടാക്കുന്നതാണ്. എങ്കിൽ കുടുംബജീവിതം നമ്മളാരും പഠിച്ചതുമില്ല, നമ്മളാരും പഠിപ്പിച്ചതുമില്ല. ആദം വല്ലിപ്പാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ്. അവിടുന്ന് അതൊരു വിവരമായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നിരുന്നതാണ്. പക്ഷേ കാലക്രമേണ ഈ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയി. അതിനൊരുപാട് കാരണങ്ങളുണ്ട് നഷ്ടപ്പെടാൻ. ഇസ്ലാമിൻ്റെ കുടുംബ കാഴ്ചപ്പാടും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ കുടുംബ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാമിൻ്റെ കുടുംബ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ആദം നബിയും ഹവ്വാ ബീവിയിൽ നിന്നും തുടങ്ങുന്നതാണ്. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഫാമിലി എന്ന കാഴ്ചപ്പാട് മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് തുടങ്ങുന്നതാണ്. അങ്ങനെ പിന്നീടത് കാലക്രമേണ മനുഷ്യനായി രൂപം മാറി. ആ മനുഷ്യന്മാർ ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്നവരായിരുന്നു എന്നാണ് സോഷ്യോളജി പറയണത്. ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ സഞ്ചാരികളായിരുന്നു ആദിമ മനുഷ്യന്മാർ, യാത്രക്കാരാണ്. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ചെല്ലും, അവിടെയുള്ള മൃഗങ്ങളെ കൊന്നു തിന്നും, അവിടെയുള്ള കായ്ക്കനികൾ പറിച്ചു തിന്നും അവർ ജീവിക്കും. വിഭവങ്ങൾ കുറയുമ്പോൾ അടുത്ത നാട്ടിലേക്ക് പോകും, പിന്നെ അവർ അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ മനുഷ്യൻ ജീവിച്ചു. മനുഷ്യന്റെ എണ്ണം ഇങ്ങനെ കൂടി വരികയും വിഭവങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തപ്പോ പരസ്പരം സഹകരിച്ച് ജീവിച്ചു. അങ്ങനെ കുടുംബങ്ങൾ ഉണ്ടായി. ആ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പിന്നീട് വിവാഹങ്ങൾ വന്നു. അങ്ങനെയാണ് ലോകത്ത് വിവാഹം വന്നത് എന്നാണ് സോഷ്യോളജിയുടെ കാഴ്ചപ്പാട്. അതിന് നമ്മള് മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടാകുന്നതിന് നമുക്ക് എതിരൊന്നുമില്ല. നമ്മളെ ഓരോ വിഷയത്തിലും നമ്മളെ അഭിപ്രായം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാലേ പ്രശ്നമാവും. മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടാകുന്നതിന് ഞമ്മക്ക് യാതൊരു വിരോധവും ഇല്ല. അത് ഞമ്മളെ വാപ്പല്ല എന്ന് മാത്രം. ഞമ്മളെ വാപ്പ ആദം നബിയാണ് അലൈഹിസ്സലാം. ഇത്രയുള്ള പ്രശ്നം. മനുഷ്യന്റെ അതേ രൂപത്തിൽ, കുരങ്ങിന്റെ അതേ രൂപത്തിൽ, ആൾക്കുരങ്ങിന്റെ അതേ രൂപത്തിൽ പഴയ കാലത്ത് വേറൊരു സാധനം ഉണ്ടായി. ഞമ്മക്കെന്താ? ഉണ്ടായില്ല. ഞമ്മക്കെന്താ? ഞമ്മളെ വാപ്പ അതല്ല. ഞമ്മളെ വാപ്പ ആദം നബിയാണ് അലൈഹിസ്സലാം. മാനവറുകൾ സ്വർഗത്തിലാണ് ജീവിച്ചത്, അവിടുന്നാണ് കല്യാണം കഴിച്ചത്. ഭൂമിയിൽ വന്ന് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചു. അങ്ങനെ അവർക്ക് 2 വീതം മക്കളുണ്ടായി. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായി. രണ്ടാമത്തേൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായി. ആദ്യത്തേൽ ആൺകുട്ടി രണ്ടാമത്തേലെ പെൺകുട്ടിയെയും, രണ്ടാമത്തേലെ ആൺകുട്ടി ആദ്യത്തേലെ പെൺകുട്ടിയെയും കല്യാണം കഴിച്ചു. അവർക്ക് വീണ്ടും മക്കളുണ്ടായി. അങ്ങനെ ഉണ്ടായി അങ്ങനെ വന്ന് ലോകത്ത് മനുഷ്യന്മാരുണ്ടായി എന്നാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് ആ ചിമ്പാൻസി നമ്മളെ വാപ്പല്ല. ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മുടെ കാഴ്ചപ്പാട്. ഈ സാമൂഹ്യ ശാസ്ത്രം പഠിച്ചാൽ സ്വാഭാവികമായിട്ടും വിവാഹത്തോട് എതിർപ്പുണ്ടാവുമല്ലോ. പുതിയ തലമുറക്ക് മാഷ് പറഞ്ഞമാതിരി വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് പിന്നെ ഒരു പരിധി വരെ കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരികയാണ്. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതിന് കുറെ കാരണമുണ്ട്. വള വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണ്, കൈച്ചേന് വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണല്ലോ. കല്യാണം അത് പോകണ്ടെന്നാ പറയാ. എന്താ കാര്യം? ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി, നിക്കാഹ് ഇബാദത്താണെന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുമ്പോൾ അധികവും കുവൈത്ത് എയർലൈൻസിനൊക്കെ ടിക്കറ്റ് എടുത്താൽ നല്ല പൈസ കുറവ് കിട്ടും. അപ്പൊ കുവൈത്ത് എയറിന് എടുത്തു കഴിഞ്ഞാൽ കുവൈത്ത് എയർപോർട്ടിൽ 5 മണിക്കൂർ നിൽക്കണം. ഇവിടുന്ന് കുവൈത്ത് പോയി കുവൈത്തിൽ 5 മണിക്കൂർ നിന്നിട്ട് അവിടുന്ന് കണക്ഷനാണ് ഉണ്ടാവുക. ഇവിടുന്ന് കുവൈത്ത് എയർപോർട്ടിലേക്ക് എന്നാൽ കുവൈത്തിലെ കണക്ഷൻ ഫ്ലൈറ്റിലെ ആളുകൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 15x15 വലുപ്പമുള്ള ഒരു റൂമിൽ ഏകദേശം ഒരു ഫ്ലൈറ്റിലെ പകുതി ആൾക്കാരും 2 ബാത്റൂമും ഉണ്ടാവും. 5 മണിക്കൂർ അങ്ങനെ നിൽക്കണം. അത് സാരമില്ല, കാരണം ഉംറ ഇബാദത്താണ്.
ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. നിക്കാഹില്, വൈവാഹിക ബന്ധത്തില്, കുടുംബജീവിതത്തില് അങ്ങനൊന്നും സഹിക്കാൻ തയ്യാറില്ല. എന്തേ കാരണം? കുടുംബജീവിതം ഇസ്ലാമിലെ ഇബാദത്താന്ന് മനസ്സിലായില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. ആദം വല്ലിപ്പ തുടങ്ങിയതാന്ന് മനസ്സിലായില്ല. 1,24,000 അമ്പിയാക്കള് ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ പെണ്ണെട്ടാത്ത 2 നബിമാര് മാത്രമേ ഉള്ളൂ. ഒന്ന് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, പിന്നീട് സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം. അതിൽ യഹ്യ നബിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. യഹ്യ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഒരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തഫ്സീർ തന്നെ പറഞ്ഞിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ല, അതിന്റെ അർത്ഥം വ്യഭിചരിച്ചിട്ടില്ല എന്നാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ യഹ്യ നബി കല്യാണം കഴിച്ചോ ഇല്ല എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കല്യാണം കഴിക്കാതിരുന്നിട്ടുള്ളത് ഒരു നബി മാത്രമേ ഉള്ളൂ, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. 1,24,000 അമ്പിയാക്കൾ വന്നതിൽ 1,23,999 നബിമാരും പെണ്ണെട്ടിയിട്ടുണ്ട്. അമ്പിയാക്കൾ ചെയ്ത ഒരു ഇബാദത്താണത് എന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉമ്മ, ആ പെൺകുട്ടിയുടെ വാപ്പ, പുതിയാപ്പിളാകാൻ പോണ ആള്, ഓന്റെ വാപ്പ മനസ്സിലാക്കിയാൽ വിവാഹം ഇബാദത്തായിട്ട് നടക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ വിവാഹം ആഘോഷമായിരിക്കും. അപ്പോൾ വെടിപൊട്ടും. വെടിപൊട്ടാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആർഭാടങ്ങള്, മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ. എന്താ ഇസ്ലാമിലെ വിവാഹം ഇബാദത്താണ്, അത് മനസ്സിലായില്ല, അതാ പ്രശ്നം. ഇബാദത്താകുമ്പോ അതിനനുസരിച്ചുണ്ടാവില്ലേ. നമ്മളിപ്പോ വെള്ളിയാഴ്ച ജുമാക്ക് വരുന്നുണ്ടല്ലോ, സംഗതി നേരം വൈകിട്ടാണെങ്കിലും വേണ്ടാത്തൊന്നും ചെയ്യണില്ലല്ലോ. എന്താ കാര്യം? ജുമാ ഇബാദത്താന്ന് മനസ്സിലായി, കല്യാണം ഇബാദത്താണെന്ന് മനസ്സിലായില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഹൈറായ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ആഖിറത്തിലാണ്. സത്യത്തിൽ ദുന്യാവിലെ കല്യാണം ദുന്യാവുക്കുള്ളതല്ല, സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് യാസീനിലുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിഊൻ ലഹും ഫിയാ ഫാഖിയത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും. ഏത് ഇണ? എല്ലാ തഫ്സീറും പറഞ്ഞു ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവുമാണ്. സ്വർഗത്തിൽ ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവുമാണ്. അതാണ് അസ്വാജ് എന്ന് പറഞ്ഞത്. ഫീ ദിലാലിൻ, മരത്തിന്റെ താഴ്ഭാഗത്ത്, അലൽ അറായികി, അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ, മുത്തഖിഊന ചാരിയിരിക്കും. സ്വർഗത്തിൽ അവർ കട്ടിലിൽ ചാരിയിരിക്കും. ഇണകൾ. ഏത് ഇണ? ദുനിയാവിൽ അതേ ഭാര്യയും ഭർത്താവും. മക്കളുണ്ടാവില്ല. മക്കള് പെൺകുട്ടികൾ ഓല പുതിയാപ്പളിനൊപ്പം അപ്പുറത്തെ കൊട്ടാരത്തില്, ആൺകുട്ടികൾ ഓല പെണ്ണുങ്ങളൊപ്പം ഇപ്പുറത്തെ കൊട്ടാരത്തില്. എപ്പോ വേണമെങ്കിലും കാണാൻ പറ്റും. നമ്മളെ പെരയിലല്ല, നമ്മളെ പെരയിൽ നമ്മൾ മാത്രമാണുള്ളത്. ഏറ്റവും ദറജ കുറഞ്ഞ ആൾക്ക് 1,00,000 ഖാദിമ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് സ്വർഗത്തില്. ഏറ്റവും ദറജ കുറഞ്ഞ ആൾക്ക് 1,00,000 ഖാദിമ്യങ്ങൾ സഹായത്തിനായിട്ടുണ്ടാവുമെന്നാണ്. അപ്പൊ നമ്മളെ കൊട്ടാരത്തിൽ നമ്മളെ പെണ്ണുങ്ങളൊപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്. മാത്രമല്ല സ്വർഗത്തിന്റെ പ്രത്യേകതകളിൽ പറയുന്നുണ്ട്, ഏത് മനുഷ്യനും യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഭാര്യയോട് ഒരുമിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, ഭർത്താവിനോട് ഒരുമിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകാത്ത വലിയൊരു പ്രശ്നമുണ്ട്. ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അത് ഒരു കാര്യമോ 2 കാര്യമോ അല്ല, കുറേ കാര്യങ്ങൾ ചേർന്നതാണ്. അത് മുഴുവൻ മനസ്സിലാവുമ്പോഴേ ഈ കാര്യം മനസ്സിലാവുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. എന്നോടൊരിക്കൽ ഞാൻ ചാങ്കരംകുളം ഭാഗത്തൊരു പരിപാടിക്ക് പോയപ്പോൾ നമ്മുടെ വളരെ പ്രമുഖനായ ഒരാള്, നല്ല ദീനീ കാര്യങ്ങൾക്കൊക്കെ മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 9 കല്യാണം ഇല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നല്ല സുഖമായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ 9 കല്യാണം കൊണ്ട് നമ്മൾ ആകെ അടങ്ങാറായി എന്ന് ചുരുക്കം. ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കോലത്തിലായി. എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 വിവാഹത്തെ കുറിച്ച് നമ്മോട് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി അറിയാ? അത് മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മറുപടി. നബി തങ്ങളുടെ പ്രത്യേകതയിൽ പെട്ടതാണെന്ന് പറയുമ്പോൾ ആർക്കും തോന്നൂലേ, വല്ലാത്തൊരു പ്രത്യേകതയായി പോയി പെണ്ണിട്ടുന്ന വിഷയത്തിൽ തോന്നുമല്ലോ. സ്വാഭാവികല്ലേ തോന്നുന്നുള്ളത്. എന്താ വേണ്ടത്? ആ സംശയം തീരണമെങ്കിൽ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്,
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മുഴുവൻ പഠിച്ചാലേ സംശയം തീരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെണ്ണിട്ടിനോടത്ത് മാത്രമല്ല പ്രത്യേകത ഉള്ളത്, ധാരാളം വിഷയങ്ങളിലുണ്ട്. ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നത് നുബുവത്തിന്റെ 2-ാം ഘട്ടത്തിലാണ്, 3-ാം ഘട്ടത്തിലാണ്. 1 ഇഖ്റ ബിസ്മി, 2 യാ അയ്യുഹൽ മുദ്ദസ്സിർ, 3-ാമത്തേത് യാ അയ്യുഹൽ മുസമ്മിൽ. ഈ യാ അയ്യുഹൽ മുസമ്മിലില് തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. അതിൽ തഹജ്ജുദ് നിസ്കാരം ഖുർആൻ പാരായണം പറയുന്നുണ്ട്. ഇത് നബുവത്തിന്റെ 3-ാം ഘട്ടമാണ്. 1 ഇഖ്റ ബിസ്മിയാണ്, 2 യാ അയ്യുഹൽ മുദ്ദസ്സിറാണ്, 3 യാ അയ്യുഹൽ മുസമ്മിലാണ്. അന്ന് ഫർദ് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഞമ്മക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണ്. അലാറം വെച്ചിട്ട് അലാറം അടിച്ചിട്ട് നമ്മൾ കേട്ടിട്ട് ഉണന്നെങ്കിൽ നിസ്കരിച്ചാൽ മതി. ഞമ്മക്ക് തഹജ്ജുദ് സുന്നത്താണ്, മുത്തുനബിക്ക് നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഫർദ് നിസ്കാരം നിർബന്ധമാവുന്നതിന് മുമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മനസ്സിലാകേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല. നമ്മക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. എന്തേ കാരണം? മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അങ്ങനെയാണെങ്കിൽ പിന്നെ 9 ഭാര്യമാരുണ്ടായത് കുഴപ്പമില്ലാന്ന്. നമ്മൾ മരിച്ചാലേ വല്ല 10 സെന്റോ എന്തേലും ഉണ്ടെങ്കിൽ മക്കൾക്ക് ഒരിച്ചെടുക്കാലോ. എന്തേലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വല്ല 10-15 സെന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് ഓഹരി ചെയ്തെടുക്കാം. എന്നാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തിൽ അനന്തരാവകാശമില്ല. മുസ്തഫായ നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് ഫാത്തിമ ബീവിക്ക് കിട്ടിയില്ല. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ആ പണം മുഴുവൻ ബൈത്തുൽ മാലിൽ അടച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്തിൽ അനന്തരമില്ലെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. അമ്പിയാക്കളുടെ സ്വത്തിൽ അനന്തരാവകാശമില്ല. എന്തേ കാരണം? അത് മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രത്യേകതയാണ്. എല്ലാ പ്രത്യേകതയാണ് പഠിക്കുമ്പോൾ നമ്മളെ കൽബ് പറയും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാന്ന്. നമ്മളാകെ ഒരു പ്രത്യേകത മാത്രം പഠിച്ചതുകൊണ്ട് തോന്നിയതാണ്, വല്ലാത്ത പ്രത്യേകതയായി പോയല്ലോ. ഉഹുദ് യുദ്ധം മുസ്ലിങ്ങൾക്ക് ചെറിയൊരു പരാജയം എന്ന് തോന്നുന്ന യുദ്ധമാണല്ലോ ഉഹുദ് യുദ്ധം എന്ന് പറഞ്ഞത്. ഉഹുദ് യുദ്ധത്തിൽ എല്ലാവരും പിന്തിരിഞ്ഞു. അവസാനം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയായപ്പോ തന്റെ വാളെടുത്ത് അരയിൽ തൂക്കി കുതിരപ്പുറത്ത് ചാടിക്കേറി യുദ്ധത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഏതാനും ആളുകൾ ബാക്കിൽ യുദ്ധത്തിന് വേണ്ടി വന്നു. എന്താ കാരണം? യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ ആർക്കും പിന്തിരിഞ്ഞു പോകാം, പക്ഷേ നബി തങ്ങൾക്ക് പിന്തിരിയാൻ പാടില്ല. യുദ്ധം പരാജയപ്പെടും തോന്നിയാൽ ആർക്കാണെങ്കിലും പെരേക്ക് പോകാം, ഒരു കുഴപ്പമില്ല, അത് അനുവദനീയമാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ പോലും പിന്തിരിയാൻ പാടില്ല. എന്താ കാരണം? അത് മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പുതിയ തലമുറയുടെ സംശയങ്ങൾ തീർത്തു കൊടുത്തില്ലെങ്കിൽ ഈ പോക്കന്നെ പോവുള്ളൂ. നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാവും, പോക്ക് ഈ പോക്കേ പോവുള്ളൂ. നാഷണൽ ഹൈവേയും വഴിയൊക്കെ ഉണ്ടാവും, പക്ഷേ കല്യാണവും വിവാഹവും കുടുംബജീവിതവും ഒക്കെ കൂടിയും കുളം തോണ്ടിയിട്ട് ഇങ്ങനെ പോകുള്ളൂ. സംശയം പണ്ടൊക്കെ കണ്ണുർത്തിയാൽ മതി, ചോദിക്കരുത് കേട്ടോ, മുണ്ടരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്നാ മുണ്ടണില്ലാന്ന് പറയും. പുതിയ തലമുറയോട് മുണ്ടരുത് എന്ന് പറഞ്ഞാൽ എന്താ മുണ്ടിയാലും ചോദിക്കും. സംശയം തീരുന്ന തരത്തിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം. നല്ല ശ്രമമാണ് കമ്മിറ്റി നടത്തുന്നത്. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ കുട്ടികൾക്ക് സ്വാഭാവികമാണ്, ഉണ്ടാവും. കാരണം പാഠ്യപദ്ധതി അതിനനുസരിച്ചാണ് ഇപ്പൊ നിലവിലുള്ളത്. പാഠ്യപദ്ധതി അനുസരിച്ചാണ്. 1960-കൾ മുതൽ ലോകത്ത് നിലനിൽക്കുന്ന വലിയൊരു സംഗതിയാണ് ലിബറലിസം എന്ന് പറയുന്നത്. 1960-കളിലാണ് ആദ്യമായി ലിബറലിസം വരുന്നത്. വന്നന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് സർവത്ര സ്വതന്ത്രതാവാദമായിരുന്നു 1960-കളിലെ ലിബറലിസം എന്ന് പറയുന്നത്. സർവത്ര സ്വതന്ത്രതാവാദം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ നാട്ടില് പഴയ കാലത്ത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ, പഴമക്കാരായ ആൾക്കാർക്ക് അറിയും. ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമിയൊക്കെ ജമ്മിയുടേതാണ്, കർഷകന് അതിൽ കൃഷി ചെയ്യാം.
കൃഷി ചെയ്ത് വിളവെടുത്താല് ജമ്മിന്റെ ആളുകൾ വന്നിട്ട് ഓൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കി വല്ല പതിരുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കും. അത് കർഷകനെ എടുത്തിട്ട് കുത്തിയിട്ട് അവല് ഉണ്ടാക്കിയാണ്ട് ജീവിക്കാം. ഇതാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നിരവധി നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരെ വന്ന സ്വതന്ത്രതാവാദമാണ് 1960കളിലെ ഈ പറയപ്പെട്ടിട്ടുള്ള ലിബറലിസം എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് കാലക്രമത്തിൽ അതിന് മാറ്റം വന്നു. കുറെ കാലം കഴിഞ്ഞപ്പോ അത് സാംസ്കാരിക ലിബറലിസമായി മാറി. സാംസ്കാരിക ലിബറലിസം എന്ന് പറഞ്ഞാല് ഒരു നാട്ടിൽ നിലവിൽ എങ്ങനെയാണോ നടക്കുന്നത് അതിനെതിരെ പറയലായി. ഒരു നാട്ടിൽ എങ്ങനെ സാധാരണഗതിയിൽ എങ്ങനെ നടന്നു വരുന്നത് അത് സ്വാതന്ത്ര്യമല്ല എന്ന് പറയാം, ഇതിനെതിരിലാണ് വേണ്ടതെന്ന് പറയാം. ഞാൻ ഉദാഹരണം പറയാം. ഒരു നാട്ടിലെ ആണുങ്ങളൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാന്ന് വിചാരിക്കുക. അവിടെ ചെന്നിട്ട് പറയാം ആണ് പെണ്ണിനല്ല കെട്ടേണ്ടത്, പെണ്ണ് തമ്മിലോ ആണ് തമ്മിലോ കെട്ടേണ്ടത്, എന്നാലേ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഇതിനെയാണ് സാംസ്കാരിക ലിബറലിസം എന്ന് പറയുന്നത്. വേറൊരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആൺകുട്ടികളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് വിചാരിച്ചോളി. അവിടെ നേരെ ഓപ്പോസിറ്റ് പറയണം, ഇങ്ങനെയല്ല വേണ്ടത്, ഇത് സ്വാതന്ത്ര്യത്തിനെതിരാണ്, ആണ് പെണ്ണിനെയാണ് കെട്ടേണ്ടത് എന്ന് പറയാം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് എതിരിൽ പറയുക എന്ന രീതിയിലേക്ക് അത് മാറി. ലോകത്ത് മൊത്തത്തിൽ ഇന്ന് അതാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് പിന്നീടും വകഭേദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇന്ന് നിലവിലുള്ള ലിബറലിസം പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്ന സാധനമാണ്. വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇതൊക്കെ കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാരണം ഇതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കിയില്ല എന്നതാണ്. രണ്ടാമത്തെ കാരണം, കോടാനക്കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ വന്ന് അവർ കുടുംബമായി ജീവിച്ച് മരണപ്പെട്ടു പോയി. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ട ചില അസ്വസ്ഥതകൾ പലയിടത്തും ഉണ്ടാവും. കോടിക്കണക്കിന് മനുഷ്യന്മാരാകുമ്പോൾ കുറച്ച് അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഈ അസ്വസ്ഥതകളെ ലേഖനമാക്കി, അതിനെ കഥയാക്കി, അതിനെ നോവലാക്കി, അതിനെ സിനിമയാക്കി, അതിനെ സീരിയലാക്കി, അതിനെ പാട്ടാക്കി അവതരിപ്പിച്ചിട്ട് ലോകത്ത് മൊത്തം ഇങ്ങനെ തന്നെയാണ് എന്ന് വരുത്തി തീർത്തു. അത് കുട്ടികളെ സ്വാധീനിച്ചു. അപ്പൊ കുട്ടികൾക്ക് തോന്നി ലോകത്ത് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് എന്ന് തോന്നി. സത്യത്തില് ഈ ഇരിക്കണ നമ്മളെല്ലാവരും കുടുംബമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ കുടുംബം അല്ല എന്ന് വിചാരിക്ക, എന്നാലും ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ കോടാനക്കോടി മനുഷ്യന്മാർ ലോകത്ത് കുടുംബമായി ജീവിക്കുന്നതിൽ 1-2% മാത്രം കാണുന്ന പ്രശ്നങ്ങളെ ലേഖനവും നോവലും സമരവും കഥയും സിനിമയും സീരിയലുമാക്കി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന് വരുത്തി തീർത്തതാണ് രണ്ടാമത്തെ പ്രശ്നം. എന്താ പരിഹാരമാർഗം? പരിഹാരമാർഗം കുടുംബം വേണ്ടെന്നൊക്കലല്ല, എങ്ങനെ കുടുംബമായിട്ട് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കലാണ്. കുടുംബമായി ജീവിക്കാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ആണുങ്ങളാണ് കേൾക്കുന്നത്, ഇതെന്തായാലും സ്ത്രീകളും കേൾക്കുന്ന ഉറപ്പാണ്. കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്നത് ലൈംഗിക വിജയമാണ്. ബാക്കിയുള്ളതൊക്കെ അണ്ണാച്ചിയും പെണ്ണുങ്ങളും കൂടി റോഡ് സൈഡിൽ കൂടെ ക്യാബിന് കുഴി ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരത്ത് പോലെ തല്ലൂടിന് കണ്ടാൽ നമുക്ക് തോന്നും ഇവർ നാളെ എന്തായാലും സേലത്തേക്ക് വണ്ടി കയറാൻ സാധ്യത ഉണ്ട്, ഇനി ഇവിടെ നിൽക്കൂല. രാത്രി ഏതെങ്കിലും പീഡിയക്കൊലയുമ്പോൾ ഓല ഒന്ന് കടന്നിറങ്ങിങ്ങാണ്ട് രാവിലെ നീച്ച് വരുമ്പോൾ പിന്നെയും പുതിയ എണ്ണമായിട്ടുണ്ടാവും. കുടുംബജീവിതത്തിന്റെ വിജയം ലൈംഗികതയുടെ വിജയമാണ്. എന്നാൽ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ലൈംഗിക ബന്ധം എങ്ങനെയാണെന്ന് ജന്മന അറിയും. പക്ഷേ മനുഷ്യന് മാത്രം അത് പഠിക്കേണ്ടതുണ്ട്. ആരെ പഠിപ്പിച്ചത്? നമുക്കാരാ പഠിപ്പിച്ചത്? ആരെ പഠിച്ചത്? അതൊരു വിഷയം തന്നെയല്ലേ? ഇതൊരു വിഷയം തന്നെയാണ്. കുടുംബജീവി ബാക്കി എന്നും ബിരിയാണി ഉണ്ടായി, ലൈംഗിക ബന്ധം സുഖകരമല്ലെങ്കിൽ ഒരു കാര്യം ആ ബിരിയാണി കൊണ്ടില്ല. എന്നും മന്തിയാണ്, ചിക്കൻ മന്തി. ലൈംഗിക ജീവിതം വിജയമല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിന്റെ വിജയമാണ്. ആരും പഠിപ്പിച്ചില്ല. എവിടെയെങ്കിലും ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒക്കെ എല്ലാവർക്കും അറിയണ എല്ലാം തീരുമാനിച്ചിട്ട് കുട്ടികളെ പറഞ്ഞയച്ചില്ല.
ഇതിപ്പോ എന്തായാലും വാപ്പാരുമാരും കേൾക്കുമല്ലോ. നിർബന്ധമായും നമ്മളെന്തായാലും ഇങ്ങനെ ആയിപ്പോയി, കുട്ടികളെങ്കിലും പഠിക്കട്ടെ എന്ന് തീരുമാനിക്കണം. വളരെ പ്രധാനമാണ്. മനുഷ്യന് ഒരു വിഷയവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. ലൈംഗിക ബന്ധം അങ്ങനെ തന്നെയാണ്, പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൈംഗിക ബന്ധവുമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കുടുംബജീവിതത്തിൽ ബാക്കി എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ഫോർച്യൂണർ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, അങ്ങാടി പോയി വരാന് ഇന്നോവ വേറുണ്ട്, അതുകൊണ്ടൊന്നും കുടുംബജീവിതം നിലനിൽക്കൂല. 3800 സ്ക്വയർ ഫീറ്റ് ഉള്ള പേരുണ്ട്, അതുകൊണ്ട് നിൽക്കൂല. ലൈംഗിക ജീവിതം സുഖകരമാണോ? പീഡിയക്കൊലയമേ ഒരു താർപ്പായി ഉണ്ടായാലും കുടുംബജീവിതം നിലനിൽക്കും. കുടുംബജീവിതം നിലനിർത്തുന്നതിന്റെ അടിസ്ഥാനം ലൈംഗിക ജീവിതമാണ്. ആരും പഠിപ്പിച്ചില്ല, ആരും പഠിച്ചില്ല, ചോദിക്കാൻ പാടില്ല എന്ന് നമ്മളെ തീരുമാനം. നമ്മളെ കുട്ടി, ചെറിയ കുട്ടി, പെണ്ണുങ്ങൾക്ക് 2ാമത്തെ കുട്ടി ഉണ്ടായി. അപ്പം കുട്ടീനെ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പെരയിലെത്തി. ഉമ്മയും കുട്ടിയും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ മൂത്ത കുട്ടി, 5 വയസ്സുള്ള കുട്ടി, ഇങ്ങനെ മെല്ലെ ആരുമില്ലാത്ത സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഉമ്മ, കുഞ്ഞിവാവാനെ എവിടുന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കും. എന്താണ് ആ കുട്ടി ചോദിക്കുന്നത്? ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചിട്ടയായ അന്വേഷണമാണ് ആ കുട്ടി നടത്തുന്നത്. ഉമ്മ അപ്പം എന്താ പറയാ? ആ ഉമ്മക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്താ വിചാരിക്കുക? ഇതേമാതിരി പണ്ടുന്ന ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്നല്ലേ? ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഏത് പറഞ്ഞു കൊടുക്കാം? മോനെ, അത് ഞാനും എൻ്റെ അപ്പിയൊക്കെ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണേ കണ്ടില്ലേ? അതേമാതിരി ഉമ്മാൻ്റെ കുട്ടി വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഇമ്മാൻ്റെ പള്ളങ്ങനെ പൊന്തി നിൽക്കണേ കണ്ടില്ലേ? അതിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. അത് ഉമ്മ പാത്തുന്ന സ്ഥലത്ത് കൂടെ പ്രസവിച്ചതാന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആകാശം പൊളിഞ്ഞിടുകയാണെങ്കിൽ അതിങ്ങോട്ട് ചാടട്ടെ, നമുക്ക് വല്ല തൂണെന്തേലും കൊടുത്തുങ്ങോട്ട് നിർത്താം. നോണ പറഞ്ഞുങ്ങാണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ കുട്ടി ഇമ്മാനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക? ഇമ്മത് പറഞ്ഞു കൊടുത്തില്ല. ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാൻ വഴിയില്ലാത്തതിനാൽ ഒറിജിനൽ അല്ലാത്ത സ്രോതസ്സിൽ നിന്ന് അവൻ അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ വഴിതെറ്റി. ലൈംഗികത വഴിതെറ്റിയതല്ലാതെ എന്താ ഇന്നത്തെ നമ്മളെ പ്രശ്നം? ഇന്നത്തെ മൊത്തം പ്രശ്നം ലൈംഗികത വഴിതെറ്റിയതല്ലേ? ഒറിജിനൽ സ്രോതസ്സിൽ ഈ കുട്ടി അന്വേഷിച്ചിട്ടില്ലേ? പറഞ്ഞു കൊടുക്കാത്തതല്ലേ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് തിരിയുന്ന ഭാഷയിൽ അന്നത് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ പിന്നെ കുട്ടി ചിട്ടവായ രൂപത്തിൽ പഠിച്ചുണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ കുടുംബജീവിതം പഠിപ്പിക്കണം. വലിയവരും പഠിക്കേണ്ടത് തന്നെയാണ്, കുട്ടികളും പഠിക്കേണ്ടത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ പ്രീ മാരിറ്റിലാണ് നടത്തുന്നത്, വേണ്ടത് തന്നെയാണ്. പ്രീ മാരിറ്റൽ നടത്തണം, സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കോഴ്സ് നടത്തണം, എല്ലാവരും മക്കളെ പഠിപ്പിക്കണം, അതിൽ പറഞ്ഞേക്കണം. എനിക്കൊരു അഭിപ്രായമുണ്ട്, പ്രീ മാരിറ്റൽ വളരെ ഭംഗിയായിട്ട് ഒരു ഘട്ടം പൂർത്തിയാക്കട്ടെ, പോസ്റ്റ് മാരിറ്റലും നടത്തണം. കാരണം ഈ പറയുന്ന പല കാര്യങ്ങളും അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന പല വിഷയങ്ങളും കല്യാണത്തിന് മുമ്പ് മനസ്സിലാവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അനുഭവിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പം തിരുത്താൻ പറ്റും. ഞാനൊരു കാര്യങ്ങളോട് പറയാം. ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞത് ഇബാദത്താണല്ലോ. എല്ലാവർക്കും അറിയാലോ ഇബാദത്തിന് കൂലിട്ടണം. പിന്നെ ഇബാദത്തിന് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലിട്ടുന്ന്. ഇബാദ് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. അതായത് ഇസ്ലാമിലെ നിക്കാഹ് ഇബാദത്താണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ 4 ഹുക്കുമുകൾ നിക്കാഹുമായി ബന്ധപ്പെട്ട് വരും. 1 സുന്നത്ത്, 1 വാജിബ്, 2 സുന്നത്ത്, 3 ഹലാല്, 4 ജായിസ്, 5 ഹറാം. 5 ഹുക്കുമുകളും വരും. ശരീഅത്തിലെ 5 ഹുക്കുമ് നിക്കാഹുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 1 വാജിബ്, നിക്കാഹ് വാജിബാവുന്ന ഘട്ടമുണ്ട്. 2ാമത്തെ നിക്കാഹ് സുന്നത്ത്. അതാണ് നിരുപാധികം എല്ലാവർക്കും ഉണ്ടാകുക, സുന്നത്തായതാണ്. നിക്കാഹ് സുന്നത്താണ്. സുന്നത്തുൽ മുഅക്കദ, ശക്തമായ സുന്നത്താണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 1 സുന്നത്ത് കേട്ടോ, 2ാമത്തത് ഹലാല്, 3 ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. 4 സുന്നത്താണെന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. അത് തെറ്റാണ്. സുന്നത്ത് എത്രയേ ഉള്ളൂ? സുന്നത്ത് 1 സുന്നത്ത്, 2 ഹലാല്, 3 ഹലാല്, 4 ഹലാല്, 5 ഹറാമ്. അങ്ങനെയാണ്. വാജിബാവുന്ന ഘട്ടമുണ്ട്. അതെവിടെയെന്ന് ഇപ്പൊ ഇവിടെ പറയണില്ല. വാജിബാവുന്ന സന്ദർഭമുണ്ട്. നിരുപാധികം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിക്കാഹിന്റെ ഹുക്കുമ് സുന്നത്താണ്. അതുകൊണ്ട് എല്ലാവർക്കും സുന്നത്താണ്. പക്ഷെ ആ സുന്നത്ത് 1. 2ാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ, 3ാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ,
നാലാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ അഞ്ചാമത്തത് ഹറാമുമായി മാറുന്നതാണ്. അപ്പൊ 5 ഹുക്കുമുകളും ബാധകമാകുന്ന, ശരീഅത്തിന്റെ 5 ഹുക്കുമുകളും ബാധകമാകുന്ന ഒരു ഇബാദത്താണ് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിക്കാഹ് ഒരു ഇബാദത്താണെങ്കിൽ നിക്കാഹിന് കൂലി കിട്ടാൻ നിയ്യത്ത് വേണ്ടി വരുമല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എല്ലാവർക്കും അറിയുന്ന ഹദീസാണല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എല്ലാവർക്കും അറിയും. കാരണം ഈ നാട് പഴയകാലം മുതലേ ദർസുള്ള നാടാണ്. അത്യാവശ്യം റിയാദുസ് സാലിഹിൽ 4 പാഠം എല്ലാവരും ഓതിയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടാവും, ഈ നാട്ടിലുണ്ടാവും. എൻ്റെ മൂത്താപ്പ ഇവിടെ ഈ പള്ളിക്ക് ദർശെടുത്തിട്ടുണ്ട്. മൊയ്തീൻ കുട്ടി ബാക്കവി കുളത്തൂര് എൻ്റെ മൂത്താപ്പയാണ് ഈ പള്ളിയിൽ ദർശെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നാട് പഴയകാലം മുതൽ ദർശനായിരുന്ന നാടാണ്. അത്യാവശ്യം ഫത്വൽ മുഈനിന്ന് 10 പേജും റിയാദുസ് സാലിഹിന്ന് 4 ബാബും അതുക്കിയെന്ന് 8 ബൈത്തും ഓതിയരന്നേക്കാരെ ഇരിക്കണ മിക്കവാറും ആൾക്കാരെന്ന് എനിക്കറിയാം. റിയാദുസ് സാലിഹ് 1-ാമത്തെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഒരു അമൽ സ്വഹിയാവണമെങ്കിൽ, അതിന് കൂലി ലഭിക്കണമെങ്കിൽ നിയ്യത്തുണ്ടായിരിക്കണം. അവിടെ സിഹത്ത് എന്നുള്ളതിനൊരു വിശദീകരണം ഉണ്ട്. പൊതുവേ പറയുമ്പോൾ എല്ലാ അമലിനും നിയ്യത്ത് വേണമെന്നേ ഉള്ളൂ. പക്ഷെ നിയ്യത്തില്ലാതെ സ്വഹിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. കച്ചവടം നിയ്യത്ത് വേണമെന്നൊന്നുമില്ല. നിക്കാഹ് സ്വഹിയാവാൻ നിയ്യത്ത് വേണ്ട, ത്വലാഖ് സ്വഹിയാവാൻ നിയ്യത്ത് വേണ്ട, കൂലി കിട്ടാൻ നിയ്യത്ത് വേണം. എന്നാൽ ഈ ഇരിക്കണയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില് 99% ആൾക്കാരും പെണ്ണിട്ടവരാണ്. നമ്മളെന്താ നിയ്യത്ത് വെച്ചിരുന്നത്? ഇല്ലെങ്കിൽ പുതിയ തലമുറയെങ്കിലും ഒന്ന് നിയ്യത്ത് വെക്കട്ടെ. അതിന് പോലെയൊക്കെ നമ്മളൊന്ന് പഠിപ്പിച്ചൂടെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും, ഇനിയിപ്പോ എന്താ കാട്ട് പഠിച്ചോനേന്ന്. അതിനിപ്പോ നമ്മൾ ബിസ്മി മറന്ന മാതിരത്തെ ഒരു പണിയുള്ളൂ. ബിസ്മി മറന്നാൽ എന്താ ഇട്ടുക? ഒരു കയ്യിൽ ചോറും കൂടി ഇട്ടുങ്ങാണ്ട് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് എല്ലിങ്ങാണ്ട് തിന്നുക എന്നുള്ളതാണ് അതിന്റെ പരിഹാര മാർഗം. അപ്പൊ ഇനിയിപ്പോ എന്താ കാട്ടുകയെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പണ് നെയ്യത്ത് വെക്കന്നെ പഠിച്ചോനെ. ഞാനിപ്പോ അന്ന് പെണ്ണിട്ടപ്പോ ഈ സാലിം വയസ്സിലെ വയതോട്ട് കേട്ടതുമില്ല. അത് പഠിച്ചോനെ നിന്റെ റിളാഇന് വേണ്ടി ഇബാദത്ത് എന്ന നിലയിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി തന്നെയാണ് എന്ന് ഇപ്പണ് കരുതുക എന്നുള്ളത് ഇനിയിപ്പോൾ അതിന് പരിഹാര മാർഗമുള്ളൂ. പക്ഷെ നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കാലോ. ലക്ഷ്യം തെറ്റിയാൽ മാർഗം തെറ്റും. കുടുംബജീവിതം ഇങ്ങനെ കൊളായതിന്റെ പിന്നിൽ അതിന്റെ ലക്ഷ്യം തെറ്റിയത് പ്രധാനമാണ്. നീയത്ത് തെറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന് നീയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് നീയത്ത് പഠിപ്പിക്കണം. വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതേ സമയത്ത് ഇന്ന് വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം ഞമ്മക്കൊരു 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടട്ടോ എന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കുട്ടികളില്ലാത്തതിൻ്റെ എണ്ണം കൂടുന്നതിന് പല കാരണമുണ്ട്. ഒരു കാരണം കുട്ടികൾ വേണ്ട എന്ന് പണ്ട് തീരുമാനമെടുത്തു എന്നതാണ്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനമെടുത്താൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് അനുകൂലമായ ഹോർമോണുകൾ നിർവീര്യമാവും. ഹോർമോണുകൾ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നിങ്ങളോട്. നല്ല ഒരു നമ്മളെ ഇതുണ്ടല്ലോ മരപ്പുളി എന്ന് പറഞ്ഞാൽ വാളംപുളി, പച്ച വാളംപുളി കണ്ടിട്ടില്ല എല്ലാവരും? ഇങ്ങനെ വളഞ്ഞ പുളിമരത്തം ഉണ്ടാകണേ നല്ല ഒരു പച്ച വാളംപുളി എല്ലാവരും എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും ലേശം മുളകും പൊടി ഇട്ടിട്ട് അതിലൊന്നിങ്ങനെ ഒരതിയിട്ടാവുന്നിങ്ങനെ കടിച്ചു നോക്കാണ്. തൊള്ളേക്കൂടി ഒരു സാധനം വന്നില്ലേ, അതിന്റെ പേരാണ് ഹോർമോൺ. ചിന്തകൾക്കനുസരിച്ച് ഹോർമോൺ ഉണ്ടാവും. ഇത് നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി. ചിന്തക്കനുസരിച്ച് ഹോർമോൺ നിർവീര്യമാവും. കുട്ടികളുണ്ടാകാത്തതിന് ഒരുപാട് കാരണമുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ തൽക്കാലം നമുക്കൊരു 5 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ്. പുതിയ തലമുറയെങ്കിലും അങ്ങനെ തീരുമാനിക്കാതിരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം എന്താണ്, ലൈംഗിക ജീവിതം എന്താണ് അതിന്റെ ഉദ്ദേശങ്ങൾ, എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം. ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ട തന്നെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചിരിക്കണം. കാരണം പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ശൈത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കുളം തോണ്ടുക എന്ന് പറഞ്ഞതാണ്. ശൈത്താന് പല പരിപാടി ഉണ്ട് എന്നാണ്. തൽബീസ് ഇബ്ലീസിൽ ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, പിശാചിന്റെ സിംഹാസനം ബഹറിലാണ്, കടലിലാണ്. അതൊരു ഹദീസുമാണ്. പിശാചിന്റെ സിംഹാസനം കരയിലല്ല, പിശാചിന്റെ സിംഹാസനം ബഹറിലാണുള്ളത്, കടലിലാണുള്ളത്. കടലിൽ ഇരുന്നു കൊണ്ട് ലോകത്താകമാനം തൻ്റെ സിങ്കിടികളെ പറഞ്ഞയച്ച് നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ പിശാച് അവൻ്റെ അനുയായികളുടെ പ്രധാനപ്പെട്ട അനുയായി ശൈത്താൻ്റെത് മക്കൾ തന്നെയാണ്.
പ്രധാനപ്പെട്ട അനുയായി എന്നുള്ളത് മക്കളിനേക്കാരം. മക്കളുടെ യോഗം വിളിക്കുന്നതാണ് എന്നും രാത്രിയിൽ. അങ്ങനെ മൂത്ത മകനോട്, അത് കുറച്ച് രസകരമായി പറയട്ടോ, മൂത്ത മകനോട് ചോദിക്കും, മോനെ ചെറുക്ക ഇജിന്ന് രാവിലെ എവിടേക്ക് പോയിന്ന് ചോദിക്കും. അപ്പൊ മൂത്ത മകൻ പറയും, ഞാനിപ്പം ഇന്ന് ആ വെട്ടിച്ചിറന്ന് ഒരു ചെങ്ങായി ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ചെന്ന് ഓൻ്റെ ഒപ്പം കൂടി. അങ്ങനെ ഓൻ്റെ യാത്രയപ്പ് പറയലിലും ഓനെ കാണാൻ വരുന്ന ആൾക്കാരെ നേരാക്കണയിലൊക്കെ അങ്ങനെ ഇടപെട്ട് അങ്ങനെ ഏതായാലും ഞാൻ ഓൻ്റെ ഒപ്പം എയർപോർട്ട് വരെയാണ് പോയി. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറിയപ്പോത്തിന് ഏതായാലും ഓൻ്റെ ഉംറ ഫസാദാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇഞ്ഞോ ഉംറ കഴിഞ്ഞിങ്ങോട്ട് എത്തേണ്ട ആവശ്യമുള്ളൂ. സംഗതി നാട്ടിലേക്ക് ഓൻ അപ്പം തന്നെ ഒരിച്ചു കൊടുക്കുന്ന കോലത്തിൽ സംഗതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വാപ്പ പറയും മകനോട്, ചെറുക്ക അതുകൊണ്ടൊന്നും കാര്യമില്ല, ഉംറക്കൊക്കെ പോയിക്കോട്ടെ, പോയി വന്നോട്ടെ എന്ന് പറയുന്നതാണ്. കാരണം ഉംറ സ്വീപ്പാക്കലൊന്നും ശൈത്താൻ അത്ര വലിയൊരു കാര്യമല്ല. അത് ശൈത്താൻ സ്വീപ്പാക്കാതെ തന്നെ ആയിക്കോളും എന്നുള്ളതാണ് കാരണം. ശൈത്താൻ ഏറ്റവും കൂടുതൽ കട്ടുകൊണ്ടോണ ഇബാദത്ത് ഹജ്ജാണെന്ന് പറയലുണ്ട്. കാരണം ഹജ്ജിന്റെ നിയ്യത്ത് ശരിയാക്കാൻ ഏകദേശം 3 മാസം ഉണ്ടാവും. എന്താ കാരണം? നിയ്യത്ത് ഏറ്റവും കൂടുതൽ ഫസാദാകുന്നത് ഹജ്ജിലായതുകൊണ്ടാണ് 3 മാസം തന്നത്. നോമ്പിന് 12 മണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പാണ്. നിസ്കാരത്തിന് അത്ര തന്നെ ഇല്ല, നിന്നതിൻ്റെ ശേഷം ശരിയാക്കിയാൽ മതി. എന്താ കാരണം? നിയ്യത്ത് കേടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഹജ്ജ് എന്നുള്ളതാണ്. അപേക്ഷ കൊടുത്തത് കല്യാണ നിശ്ചയത്തിൽ നിന്ന് കണ്ടപ്പോൾ ആൾക്കാർ ആചാര്യെന്ന് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വന്ന് പോയില്ലെങ്കിൽ എന്താപ്പം ഉണ്ടാകുക എന്ന് വിചാരിച്ച അപേക്ഷ കൊടുത്തതാണെങ്കിലും നറുക്കെടുപ്പിലൊക്കെ കിട്ടി പോകാനാവുമ്പോത്തിന് ഏതായാലും പഠിച്ചോനെ ഞാൻ പോവുകയാണ് റബ്ബേ, അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പോണതെന്ന് തീരുമാനം ഉണ്ടായാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി 3 മാസം. ഷാബാനെ ഇങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോൾ നാളെ മാസം കാണരുതേ, നാളെ മാസം കാണരുതേ, നാളെ മാസം കാണരുതേ എന്നാണ് വിചാരിച്ചിരുന്നത്. അസറസ്കാരൊക്കെ കഴിഞ്ഞേക്കിന് ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദെ മാസം കണ്ടോ? ഇയാളെ വിചാരം അസറിൻ്റെ ശേഷം മാസം കാണുമെന്ന് ചിലർ ചോദിക്കലുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ ചിലർക്ക് നോൽമ്പ് വെക്കാനുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഉണ്ടായിരിക്കാം. എന്തായാലും മാസം കാണരുതേ, മാസം കാണരുതേ, മാസം കാണരുതേ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ മാരിംസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്കുന്നുണ്ട് പള്ളിക്കുന്ന അല്ലാഹുമ്മ റഹ്മീ പറ്റിച്ചല്ല റബ്ബേ എന്ന് തോന്നിയാലും 12 മണിക്കൂർ സുബഹി വരെയുള്ള സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ നേരാക്കിയാൽ മതി. ഇപ്പം ഏതായാലും നോൽക്കുകയാണ് പഠിച്ചോനെ, അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് തീരുമാനിച്ചാൽ മതി. ഇതേപോലെ വേഗത്തിൽ കേടറിന ഈ ഭാഗത്താണ് ഹജ്ജ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന ആളെടുത്ത് നിങ്ങളൊന്ന് ചെന്നിട്ട് 2 വർത്താനം പറഞ്ഞാൽ 3-ാമത്തെ വർത്താനം അബൂജഹലിന്റെ കക്കൂസിനെ പറ്റിയിട്ടേക്കാരം പറഞ്ഞാണ്ട് തുമ്പില്ലാതാക്കി തന്നെ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് വലിയ ശൈത്താൻ ഇബ്ലീസ് പറയും, അയിമൊന്നും അല്ലാതെ മെനക്കെടണ്ട, വേറെ എന്തേലും നാളെ കുറച്ചുകൂടി നല്ല എന്തേലും ചെയ്യുകൊണ്ട് പറയും. 2-ാമത്തെ മകനോട് ചോദിക്കും, ചെറുക്ക ഇജിന്ന് എവിടേക്കേ പോയിന്ന് ചോദിക്കും. അപ്പൊ 2-ാമത്തെ മകൻ പറയും, ഞാൻ ആ കൊളത്തൂരുള്ള സാലിം പൈസി എന്ന് പറഞ്ഞ ഒരാള് ഇന്നാ വെട്ടിച്ചിറ പള്ളിയിൽ ഞമ്മളെ പറ്റിയിട്ടായിരുന്നു മൂപ്പരെ വയറ്. മൂപ്പരെ ഞാൻ രാവിലെ തന്നെ ഒപ്പം കൂടിയിട്ട് സ്വീപ്പാക്കി എന്ന് പറയുമ്പോൾ ശൈത്താൻ പറയത്തരേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഓനവിടെ പറഞ്ഞോട്ടെ നമ്മളെ പറ്റിയിട്ട്. കാരണം ശൈത്താൻ്റെ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ലോകത്ത് ആർക്കും കുറ്റം പറഞ്ഞത് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസിന് മാത്രം കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ്. കുറ്റം ഇങ്ങനെ പറയുമ്പോൾ പറയടാ എന്നെ പറ്റിയിട്ടല്ല, അങ്ങനെ പറയും, കുറച്ചുകൂടി മാറ്റർ വേണമെങ്കിൽ ഞാൻ തരാം, കൂടിയും കൂട്ടി പറഞ്ഞു എന്ന് പറയുന്നുള്ളതാണ്. 3-ാമത്തോനോട് ചോദിക്കും, ചെറുക്ക ഇജ്ജിന്ന് എവിടേക്കാ പോയിന്ന്. അപ്പൊ 3-ാമത്തോൻ പറയും, പാപ്പ ഞാൻ നല്ല നിലക്ക് ജീവിക്കണ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. രാവിലെ ഓല എടുത്താണ്ട് ചെന്നിട്ട് ഓലോട് ഇങ്ങനെ കുസുകുസു പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു 3ഉം പിരിച്ചിങ്ങാണ്ട് പെരേക്കാണ് കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ കസാലേന്ന് ഇവിടെ നീച്ചിട്ട് കൈയൊടുത്തിട്ട് വാപ്പ പറയുന്നതാണ്, ബാപ്പാന്റെ മക്കളാവുമ്പോ അങ്ങനെ വേണമെന്ന്. ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കുളം തോണ്ടലാണ്. കുടുംബം കുളം തോണ്ടാൻ വേണ്ടി ശൈത്താൻ സജീവമായി പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല, വല്ലിപ്പ മുതലാണ്. കുടുംബം പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല, വല്ലിപ്പ മുതലാണ്. എന്തേ മാത്തുക്കളുടെ ഒക്കെ പേര് വല്ലിപ്പാരിലേക്ക് ചേർത്തത്? ഷാഫി ഇമാമിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ.
ഷാഫി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ വാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി പിന്നാര വല്ലിപ്പേണ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. മഹത്തുക്കളൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തിട്ടുണ്ട്. ബുഖാരി ഇമാമിന്റെ പേര് ബുഖാരി എന്നല്ലല്ലോ, മുഹമ്മദ് എന്നാണ്. വാപ്പാന്റെ പേര് ഇസ്മായിൽ എന്നാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി എന്നാണ്. എന്തേ ഓലൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തത്? വല്ലിപ്പ മുതൽ പരിശ്രമം തുടങ്ങും ഒരു കുടുംബം കുളം തോങ്ങാൻ വേണ്ടി ബിശാച്ചിലാനത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾ നന്നാവാൻ വല്ലിപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്, വാപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കൾ നന്നായി തീരുക എന്നുള്ളത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാക്ഷാത്കൃതമാവണമെങ്കിൽ നമ്മൾ ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അങ്ങനെ ആ പുതിയ തലമുറ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നാളത്തെ തലമുറ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും മെച്ചപ്പെട്ട വിഭാഗമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രീമാരിറ്റൽ കോഴ്സ്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ പറയണ്ടായി, പ്രീമാരിറ്റൽ മാത്രം പോരാ, പോസ്റ്റ് മാരിറ്റൽ പിന്നീട് നടത്തണം. ഇത് വിജയകരമായി നടത്തട്ടെ. അങ്ങനെ എത്ര രക്ഷിതാക്കൾ അതിന് ആളെ പറഞ്ഞേക്കുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ കുട്ടികളിപ്പോൾ ഇതിനെന്തായാലും വരാൻ താല്പര്യപ്പെടില്ല. ഞാനൊരു കാര്യം കൂടി പറയട്ടോ, കല്യാണം കഴിക്കേണ്ടത് ശരിക്കും പ്രേമിച്ചിട്ടല്ല. കാരണം എന്താ വെച്ചാൽ പ്രേമിച്ചാൽ പിന്നെ ഗുണം ദോഷമൊന്നും മനസ്സിലാവില്ല. സ്നേഹമുള്ളവന്റെ ഏത് പ്രവർത്തനവും സന്തോഷകരമായിട്ടേ തോന്നുള്ളൂ, ദുഃഖകരമായി തോന്നൂല. ഒരു വിഷയത്തിന്റെ യാഥാസ്ഥിതി മനസ്സിലാവണമെങ്കിൽ മറ്റൊരാൾ കണ്ട് അന്വേഷിച്ച് ഓക്കെ ആക്കിയതിന് ശേഷം പോയി കാണുമ്പോഴേ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. ഇന്നിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് വിവാഹാലോചന നടത്തേണ്ടത് സ്വന്തമായിട്ടല്ല, ശരിക്ക് മാതാപിതാക്കളാണ്. അതുകൊണ്ട് കല്യാണം നടത്തേണ്ടത് പ്രേമിച്ചിട്ടല്ല. ഇന്നിപ്പോ രക്ഷിതാക്കളെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പ്രേമിക്കുന്ന ആളുകള് പ്രേമിക്കപ്പെടുന്ന പെൺകുട്ടികളോട് സുന്നത്ത് നോമ്പ് നോൽക്കാൻ വരെ ഉപദേശിക്കുന്ന കാലാണ് ഇപ്പൊ ഇന്ന്. ഹത്തം തീർക്കാൻ പറയാ, സലാത്തിലിട്ട് ദ്വാരക്കാൻ പറയാ, ഇതൊക്കെയാണ് പുതിയ പ്രേമത്തിന്റെ പരിപാടികൾ. അതുകൊണ്ട് പെൺകുട്ടി ഇപ്പൊ തഹജ്ജുദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഓനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതുകൊണ്ടാണ് കെട്ടിച്ചു കൊടുക്കാന്ന് വാപ്പാര് തീരുമാനിക്കരുത്. കാരണം പ്രണയവിവാഹം പരാജയപ്പെടും എന്നതിന് 99.55% ഉറപ്പാണ്. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രണയങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ നിങ്ങൾ, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും യാഥാർത്ഥ്യമല്ല. ഞാൻ ഇപ്പൊ ഈ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു ചരിത്രമാണ് ലൈല മജ്നുവിന്റെ ചരിത്രം. കൈസി എന്ന് പറയുന്ന ഒരാൾ ലൈലയെ സ്നേഹിച്ചു. അങ്ങനെ അവസാനം ലൈല മരണപ്പെട്ടപ്പോൾ ഖബറുകൾ ചെന്ന് പൊട്ടിക്കരഞ്ഞു. അവിടെ വെച്ച് തൽക്ഷണം മരണപ്പെട്ടു, അവിടെ തന്നെ മറവ് ചെയ്തു എന്നാണ്. അള്ളാന്റെ ദുന്യാവിലെ എവിടെ തെരഞ്ഞാലും ഈ ലൈലാന്റെയും കൈസിന്റെയും ഖബർ കാണൂല. കാരണം ഈ ജീവിതത്തിന്റെ പശ്ചാത്തലം പറയുന്നത് അറബ് നാടാണ്, സൗദി അറേബ്യയാണ്. നമ്മൾ നെറ്റിലടിച്ചാൽ ഒരു ലൈലന്റെയും കൈസിന്റെയും ഖബർ കിട്ടും. അത് ഇവിടെ ഹരിയാനയിലാണ്. വെറുതെ പേരിട്ടതാണ്. സത്യത്തിൽ ലൈല എന്ന് പേരായിട്ടും കൈസി എന്ന് പേരായിട്ടും ഒരാള് ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല. അതൊരു അറബി ക്ലാസിക്കൽ നോവലാണ്. എന്ന് പറഞ്ഞാല് അറബി ക്ലാസിക് നോവൽ പറഞ്ഞാലേ ചില ആൾക്കാർ പറയലുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ പള്ളിൻ്റെ അടുത്ത് ഒരു ഹൈദർമാങ്ങാക്ക് കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ അസർസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു മധുരമില്ലാത്ത ചായ വേണം. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു പൊടിയില്ലാത്ത ചായ വേണം. അപ്പോൾ വേറൊരാൾ എനിക്കൊരു ലൈറ്റ് ചായ, അപ്പോൾ ഒരാൾ സ്ട്രോങ് ചായ എന്ന് പറയുമ്പോൾ ഹൈദർമാങ്ങാക്ക പറഞ്ഞു ഈ സെഞ്ചിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചായ വരും, അതാണ്ട് തരാം എന്ന് പറഞ്ഞു. ഇതെല്ലാവരും പറഞ്ഞൊരു കഥയാണ്. എല്ലാവരും അവനാൻ്റെ നാട്ടിലുണ്ടായി എന്നാണ് പറയാം. സത്യത്തിൽ ഇത് എവിടെ ഉണ്ടായത്? ഇത് എവിടെയും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഈ സംഗതി എവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും അവനാൻ്റെ നാട്ടിൽ ചേർത്ത് കണ്ട് അങ്ങനെ പറഞ്ഞൊരു കഥയാണ്. ഇങ്ങനെയുള്ള കഥകൾക്കാണ് ക്ലാസിക്കൽ നോവലുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ക്ലാസിക്കൽ നോവലാണ് യഥാർത്ഥത്തിൽ ആ കഥ എന്ന് പറഞ്ഞത്. അതൊക്കെ വായിച്ചുകാണ്ടും കേട്ടുകാണ്ടും കുട്ടികൾക്ക് തോന്നുകയാണ് ലൈലാന്റെയും കൈസിന്റെയും മാതിരി ആവണം എന്ന്. ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനത്തെ കഥകൾ വായിക്കുന്നു, കേൾക്കുന്നു, അതെല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആൺകുട്ടികൾക്കും വേണം, പെൺകുട്ടികൾക്കും വേണം. നമ്മളെ കുട്ടികൾ പരാജയപ്പെടുന്നത് നമ്മളല്ലാതെ വേറെ ആരാ നോക്കുക? അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടിയും പറയട്ടെ. ഈ പ്രണയവിവാഹങ്ങൾ നടക്കുന്നതിനൊരു കാരണമുണ്ട്.
തുടക്കത്തിന് നമ്മളിങ്ങനെ പറയും കുറച്ചൊക്കെ ഇങ്ങോട്ട് യോജിച്ച് വരികയാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓലെ മനസ്സ് പറയും അപ്പോൾ കുറച്ചൊക്കെ യോജിപ്പില്ലാത്തതാണ് പ്രശ്നമല്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. അതായത് നമ്മൾ പറയും കുടുംബം കൊണ്ടൊക്കെ ആണെങ്കിലൊക്കെ നടത്തായിരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളെ മനസ്സെന്താ പറയുക, കുടുംബം കൊണ്ടൊക്കാത്തതാണ് അപ്പം കുഴപ്പം, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ, അതെനിക്ക് കുഴപ്പമില്ല, എന്നാ പിന്നെ നടത്തിക്കളി എന്ന് പറയും. പിന്നെന്താ പറയേണ്ടത്? ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് നടത്തിത്തരൂല എന്ന് ഏതെങ്കിലും ഒരു വാപ്പ പറയാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെ നിൽക്കുക പരിപാടി. നമ്മളത് പറയാൻ തയ്യാറില്ലാത്തതാണ് പ്രശ്നമായത്. എന്താ അങ്ങനെ പറയേണ്ട ആവശ്യം? പ്രണയവിവാഹം പരാജയപ്പെടും. പ്രണയവിവാഹം ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കും ഇനിയിപ്പോൾ കെട്ടിയോരെന്താ കാട്ടുക എന്ന്. അതിൻ്റെ മറുപടി അത് സ്വകാര്യത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നുള്ളതാണ് മറുപടി. എല്ലാം ചോദ്യം പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റിയതല്ലല്ലോ. അപ്പം അത് സ്വകാര്യത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് ആ ചോദ്യം എന്നതാണ് അതിൻ്റെ മറുപടി. അപ്പം ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ പുതിയ തലമുറ വൈവാഹിക ജീവിതത്തിൻ്റെ അന്തസ്സത്ത എന്താണ് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വായനകൾ, കേൾവികൾ, സീരിയലുകൾ, അഭിനയങ്ങൾ, സിനിമകൾ, പാട്ടുകൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്. കോടാനക്കോടി മനുഷ്യന്മാർ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു പോയിട്ടുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 1-2% വരുന്ന അസ്വസ്ഥതകളെ പർവ്വതീകരിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണെന്നാണ് പഠിപ്പിക്കണത്. സത്യത്തിൽ പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായതല്ല. സമ്പത്ത് കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, സാംസ്കാരികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്, സൗകര്യങ്ങളെ കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയ തലമുറ കഞ്ഞിയിൽ വറ്റ് തെരഞ്ഞിരുന്നവരാണ്. ഞമ്മക്കെന്ന് ആർക്കും ചോറിന് ബുദ്ധിമുട്ടില്ലാത്തവരാണ്. അതിൻ്റെ മാറ്റം എല്ലാത്തിലും ഉണ്ടാവും. അത് കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൂ. അല്ലാതെ കുടുംബജീവിതം ഇല്ലാത്തതുകൊണ്ട് മാറിയതോ പണ്ട് കുടുംബജീവിതം ഉണ്ടായതുകൊണ്ട് അടങ്ങാറായതോ അല്ല. അപ്പൊ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, പുതിയ കാലത്ത് ഇങ്ങനെയാണ്. അതിനാൽ ആ പഴയ കാലം ആവർത്തിക്കാൻ പാടില്ല. പഴയതെല്ലാം കുടുംബബന്ധം കൊണ്ടുണ്ടായതാണ്, അതുകൊണ്ട് കുടുംബം അനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഫിലോസഫികൾ ഓതി 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 കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കോഴ്സിൽ കീശയിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മളെ കുട്ടികളെ നമ്മളും ചേർത്ത് കൊണ്ടിരിക്കുന്ന കാലത്ത് ഇഞ്ഞെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് കഴിവുള്ള ആളുകളെ കൊടുന്ന് ക്ലാസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇബാദത്തുകളോട്, ഇസ്ലാമിക കാഴ്ചപ്പാടുകളോട്, മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക വിശ്വാസങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഇസ്ലാമും സ്ത്രീകളും. പറഞ്ഞു കേട്ടാൽ തോന്നും ഇസ്ലാമിലെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾക്ക് പ്രത്യേക നിയമമാണ് എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അനന്തരാവകാശമൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീക്കും പുരുഷനും അവകാശം ലഭിക്കുന്ന 40-ൽ അധികം സ്ഥലങ്ങൾ ഇസ്ലാമിക ദായക്രമത്തിലുണ്ട്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ 40-ലധികം സ്ഥലങ്ങളിൽ 3 കോടി മസ്അലകളാണ് ഇസ്ലാമിലെ അനന്തരാവകാശത്തിന്റെ മസ്അല എന്ന് പറയുന്നത്. 1-2 കാര്യമല്ല. അത് നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ അനന്തരാവകാശ നിയമങ്ങളുടെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. 3 കോടിയിലധികം ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. 1-2 കാര്യമല്ല. അതിൽ സ്ത്രീയും പുരുഷനും സ്വത്ത് ഭാഗിച്ചെടുക്കുന്ന 40-ലധികം സ്ഥലങ്ങൾ വരും. അതിൽ ഒരു സ്ഥലത്ത് പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്കുള്ളത്. ഇതാണ് ഇപ്പൊ ഈ വലുതാക്കിയ സാധനം. ഇത് ഇങ്ങനെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അതെന്തേ? അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട് എന്നതാണ്. ആ കാരണം കൃത്യമായി കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ഇസ്ലാമിലെ എല്ലാ നിയമത്തിലും സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നുമില്ല. അപൂർവമായ ചില വിഷയങ്ങൾ, ശരീഅത്തിന്റെ അഹ്കാമുകൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ കുറഞ്ഞ വിഷയങ്ങളിൽ, ജിനായാത്തുകൾ, ഇടപാടുകൾ പരിശോധിച്ചാൽ അതിൽ തന്നെ പലതും നിരുപാധികം നിരോധിക്കപ്പെട്ടിട്ടില്ല. ചിലത് ഉപാധികളോടുകൂടെയാണ് നിരോധിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നടക്കണം. പറയാനുള്ളൊരു കാര്യം ഇത് മാത്രമാണ്, സംഘടിപ്പിക്കാനാണ് മാനേജിംഗ് കമ്മിറ്റി കഴിയുക, കമ്മിറ്റിക്കാർക്ക് കഴിയുക. നിങ്ങളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നതിൻ്റെ പേരിലാണ്
അവരിന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പരിധിവരെ ബോധ്യപ്പെടുന്ന തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, അത് വീട്ടിലെ സ്ത്രീകളെയും കേൾപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നിർബന്ധപൂർവം കുട്ടികളെ പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞേക്കണം, പഠിപ്പിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു അബദ്ധമുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പ്രീ മാരിറ്റൽ കോഴ്സിന് ഒരു ഏജ് നിശ്ചയിക്കും. ഉദാഹരണം, സാധാരണഗതിയിൽ 8ാം ക്ലാസ് മുതൽ വിവാഹം വരെ എന്നാണ് നിശ്ചയിക്കുക. അപ്പോൾ ചില വാപ്പാർക്ക് തോന്നും എൻ്റെ 3ാം ക്ലാസ്സിലെ കുട്ടി പിന്നെ പഠിക്കണ കുട്ടി ഒന്നാണ് പോയിട്ട് ഓളൊന്നാണ് പഠിച്ചോട്ടെ എന്ന്. ഒരു കാര്യം അതുകൊണ്ടില്ല കേട്ടോ, കാര്യത്തല്ല. എന്താ വെച്ചാൽ എല്ലാ വിഷയവും എല്ലാവർക്കും ബോധ്യപ്പെടുന്നതല്ല. ഇപ്പോൾ വൈവാഹിക ജീവിതം 3ാം ക്ലാസ്സിലെ കുട്ടിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ആ കുട്ടി ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാമെന്നല്ലാതെ. അതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ളവർക്ക് മാത്രമേ അത് ഉപകാരം ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നിയമം നിർബന്ധമായും പാലിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രസംഗിക്കണതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പം ഈ പ്രസംഗിക്കണ ഈ പ്രസംഗത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഇവിടെ കുട്ടികളില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ സാന്നിധ്യത്തിലാണെങ്കിൽ ഇത്ര ഓപ്പണായിട്ട് നമുക്കിത് പ്രസംഗിക്കാൻ കഴിയൂല. ഇതേ പ്രശ്നം നമ്മളൊരു പ്രത്യേക ഏജ് ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരു 4 എണ്ണം ചെറുത് വെട്ടാൽ ക്ലാസ് എടുക്കുന്നവർക്ക് ഉണ്ടാവും. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആൾക്കാർക്ക് ഒന്നിച്ച് ക്ലാസ് എടുക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഏജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കമ്മിറ്റി എങ്ങനെ നിശ്ചയിച്ചതെന്ന് അറിയില്ല. നല്ലത് ഒന്നുകിൽ 10ാം ക്ലാസ് മുതൽ വിവാഹം വരെ, അല്ലെങ്കിൽ പരമാവധി താഴത്തേക്ക് പോന്നാൽ 8ാം ക്ലാസ് മുതൽ വിവാഹം കഴിയുന്നത് വരെയുള്ള കുട്ടികൾക്ക് പ്രീ മാരിറ്റലും, വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി ഉള്ളത് വരെയുള്ളവർക്ക് പോസ്റ്റ് മാരിറ്റൽ കോഴ്സുകളും നടത്തലാണ് ഏറ്റവും നല്ലത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതായാലും ഹൈറായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരണം. മഹല്ല് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവനിഷ്ടപ്പെടുന്ന സ്വാലിഹായ മലായി സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു ചേർക്കട്ടെ.